മെഹർ ഒന്ന് നോക്കൂ. എന്താ ഇൻട്രസ്റ്റ് ഇല്ലാത്ത? ഐ ലവ് യു. ഇവൾക്ക് എന്താണ് ഐ ലവ് യു. ഐ ലവ് യു ടു. റഷീദ് പൊറോട്ട ഇറച്ചിയും പിടിച്ചുതരാം. നല്ലപോലെ നിക്കണം. ഞാൻ നല്ലപോലെ നിക്കാം. പിന്നെ ഇതാക്കൊന്നും ചെയ്യില്ല. ഇല്ല നമ്മളൊരു മ്യൂച്വൽ ഒരു വീട് വെച്ചാലും. വീടെന്തിനാ? വെറുതെ ഇരിക്കട്ടെ. അതിനെ പിടിച്ചു കൊണ്ടേ കൂടി ഒന്ന് പൊക്കി തരും. അവൻ ഞാൻ പൊക്കി തന്നാ പോരെ എനിക്ക്. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയൊരു ട്രഷർ ഹണ്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെ ഒരുക്കാൻ പോകുന്നത്. എക്സ്ക്ലൂസീവ് കണ്ടന്റ്. കുറച്ചുപേര് മീൻവെള്ളത്തിൽ ഇവരുടെ ആത്മാർത്ഥത എടുത്ത് പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ 4 പേര് സത്യം പറഞ്ഞാൽ 2 ലക്ഷത്തിന് അർഹരായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ നമുക്ക് ഒരു ടീമിൽ ഇത് കൊടുക്കാൻ നിർവാഹമുള്ളൂ. ഇത് വെട്ടിട്ട് വാ, ഞങ്ങൾ അടുത്ത 3ാമത്തെ പരിപാടിക്ക് പോണേ. പുറത്തുപോയി പഠിക്കണമെന്നും ജോലി ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? കുറഞ്ഞ ചെലവിൽ ജർമ്മനിയിൽ പോകാം, സൗജന്യമായി പഠിക്കാം. പഠനത്തോടൊപ്പം ജോബ് സീക്കർ വിസയും നിങ്ങൾക്ക് നേടിത്തരും. EIG ഓവർസീസ്, കേരളാസ് നമ്പർ 1 ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊമോട്ടർ. ഹായ് ഹലോ നമസ്കാരം. മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ഇന്ന് പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ വ്യത്യസ്തമായിട്ട് ഒരു കാഴ്ചയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇന്നുള്ളത് വൈറ്റില ചമ്പക്കര മാർക്കറ്റിലാണ്. കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയൊരു ട്രഷർ ഹണ്ടാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെ ഒരുക്കാൻ പോകുന്നത്. ഇപ്പൊ സമയം ഏകദേശം ഒരു 6-6:30 ആയിട്ടുണ്ടാവും. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് അറിയാൻ പറ്റും ചമ്പക്കര ചന്തയിൽ ഒരു തിരക്ക് എന്താന്നുള്ളത് കുറെ ആൾക്കാർക്ക് അറിയാൻ പറ്റും അല്ലെ. ഈ തിരക്കിനൊക്കെ മാക്സിമം ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അടിപൊളിയാക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ കുറെ ആൾക്കാർ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരെല്ലാവരും ഇൻവോൾവ് ചെയ്യിപ്പിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഗസ്റ്റ് ആരാണ്, അല്ലെങ്കിൽ ഇന്ന് എന്റെ കൂടെ ആരാണ് ജോയിൻ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണല്ലേ. അപ്പൊ ഞാൻ ആദ്യത്തെ ആളെ വിളിക്കാം. 2 പേരടങ്ങുന്ന 2 ടീമാണ് ഇന്ന് നമ്മുടെ കൂടെ ഈ എപ്പിസോഡിലുള്ളത്. ആദ്യത്തെ ആള് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ്. ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ മൈൽ സ്റ്റോൺ ഫാമിലി തന്നെ ഉള്ള ഒരാളാണ്. സോ ഗ്രാൻഡ് വെൽക്കം ഞാൻ വിളിക്കുകയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മെഹർ ഫാത്തിമ. പ്ലീസ് വെൽക്കം മെഹർ. മെഹറോട് ഞാൻ ആദ്യം ചോദിക്കട്ടെ, കാരണം മെഹർ ഞങ്ങളുടെ കൂടെ മെഹറിനുള്ള കൈയടിയാണെന്ന് വിചാരിക്കാം. ഇത്ര നാള് ഞങ്ങളുടെ കൂടെ ആങ്കറായിട്ട് ഇതാ മെഹർ ഞങ്ങളോടൊപ്പം ഇന്നത്തെ എപ്പിസോഡില് ഒരു വലിയ ടാസ്ക് ചെയ്യാൻ പോവാണ്. മെഹറിനെ വിളിക്കുമ്പോ സ്വാഭാവികമായിട്ടും ഇപ്പൊ മലയാളികളുടെ മനസ്സിൽ മെഹറിനോടൊപ്പം ഒരാൾ കൂടെ ഉണ്ടാകും എന്നുള്ളത് അറിയാമല്ലോ. അപ്പൊ ഞാൻ വിളിക്കുന്നതിനേക്കാൾ നല്ലത് സ്വാഭാവികമായിട്ടും എല്ലാരും ആഗ്രഹിക്കുന്നത് മെഹർ തന്നെ വിളിക്കണം എന്നാണ്. വിളിച്ചോളൂ. എന്തൊക്കെയുണ്ട് വാവ വിശേഷം? നല്ല വർത്താനാണ്. ഇപ്പൊ കേരളത്തിലുള്ളവരുടെയൊക്കെ ഏകദേശം ചർച്ച എന്താന്നുള്ളത് അറിയായിരിക്കുമല്ലോ. താങ്കൾ എങ്ങനെ ഇതിനെ നോക്കി കാണുന്നു? കണ്ണുകൊണ്ട്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ആൾക്കാരെല്ലാരും ചോദിക്കുകയാണ്, നിങ്ങൾ തമ്മിൽ സെറ്റാണോ, എങ്ങനെയാ നിങ്ങൾ തമ്മിൽ സെറ്റാണോ? നമ്മൾ തമ്മിൽ ഒരു ഇന്റർവ്യൂ ബന്ധം മാത്രമേ ഉള്ളൂ, അതിനപ്പുറമൊന്നുമില്ല. അപ്പൊ ഇനി 2 പേരും കൂടെ ജോയിൻ ചെയ്യാനുണ്ട്. ഇവരുടെ എതിരാളികളായിട്ടുള്ള 2 പേരും കൂടെ നമ്മുടെ ഈ എപ്പിസോഡിലേക്ക് ജോയിൻ ചെയ്യാനുണ്ട്. സോ അവരെ സൂപ്പർ വാവ വിളിച്ചോളൂ. ഇവരുണ്ടെങ്കിൽ എപ്പോഴും ഉണ്ടാവുമല്ലോ. സമീർ ആൻഡ് സെബി. സ്വാഭാവികമായിട്ട് സൂപ്പർ വാവ ഉണ്ടെങ്കിൽ അവിടെ സമീർ ആൻഡ് സെബി ഉണ്ടായിരിക്കും. നിങ്ങൾ 2 പേരും ഞങ്ങൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഓപ്പോസിറ്റ് ടീമാണെന്ന് കരുതിയിട്ടാണ് നീ ആദ്യം എതിർത്ത് സംസാരിച്ചല്ലേ. കുഴപ്പമില്ല, അവസാനം നമുക്ക് ഒരുമിപ്പിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ മത്സരം തുടങ്ങാൻ പോവാണ്. നിങ്ങൾക്ക് പേടിയുണ്ടോ ഇവരെ? ഇല്ലല്ലോ, ഞങ്ങൾക്ക് പേടില്ല. ഒട്ടും പേടില്ല. ഞങ്ങൾക്കൊരു പേടില്ല, കാരണം റീച്ചുള്ളൂ, ബുദ്ധില്ല. ഞങ്ങളെക്കാളും കുറച്ച് ഫോളോവേഴ്സ് കൂടുതലുണ്ടാവും. കുറച്ച് ബുദ്ധിയാണെങ്കിലും ഇവർ 2 കൂടെ ഒരുമിച്ചുള്ള കോമ്പോനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല.
കാരണം ഇത് മാർക്കറ്റിൽ ഇറങ്ങിയുള്ള കളിയാ അത് ഞങ്ങളെ പോലുള്ള കളിക്കും ഇത് വീട്ടിലിരുന്ന് വെറുതെ ഫോണിൽ ഞാൻ സമയം തരാം ഇടിക്കാനൊക്കെ ഞാൻ സമയം തരാം തുടങ്ങുന്നതിന് മുമ്പ് അവർ ആവേശകരമായിരിക്കാണ് മാർക്കറ്റിന്റെ ഏതോ മുക്കിലോ മൂലയിലോ 2 ലക്ഷം രൂപ ഞങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് കണ്ടുപിടിക്കാന്നുള്ളതാണ് നിങ്ങളുടെ ഇന്ന് ആകെയുള്ള ഒരു ടാസ്ക് ഓടിപ്പോയി കണ്ടുപിടിച്ചാൽ പോരെ ഇത് എവിടെയാണെന്ന് അറിയത്തില്ല ഇത്രയും വലിയ മാർക്കറ്റ് അല്ലേ അപ്പൊ ഞാൻ നിങ്ങൾക്ക് ക്ലൂ തരും ഇത് എവിടെയാണുള്ളതെന്നുള്ളത് അപ്പൊ ഈ ക്ലൂ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു 5 ടാസ്ക് ഞാൻ തരും ഈ 5 ടാസ്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ആരാണോ 5 ടാസ്ക് ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അടുത്ത ടാസ്ക് ഞാൻ ആ ടീമിന് തന്നോണ്ടിരിക്കും ആരാണോ ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്നത് അവർക്ക് ഫസ്റ്റ് ക്ലൂ ഞാൻ തരും എവിടെയാണ് ഈ 2 ലക്ഷം രൂപ ഇരിക്കുന്നതെന്നുള്ളത് ഓക്കെയാണ് ഇപ്പൊ ആവേശമൊക്കെ വന്നല്ലേ ക്യാമറ ഓഫ് ആക്കിയപ്പോ ഉള്ളതാണ് 2 ലക്ഷം രൂപയും കൊണ്ട് ഇന്ന് ആരാണ് ഏത് ടീമാണ് ഇവിടുന്ന് പോകാൻ പോകുന്നതെന്നാണ് നമ്മൾ അറിയാൻ പോകുന്നത് അപ്പൊ ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് 2 ടീമിനും ഞാനൊരു 100 രൂപ വെച്ചിട്ട് തരും സിമ്പിൾ ഈ 100 രൂപയ്ക്ക് നിങ്ങൾ ഇവിടുന്ന് ഒരു നെയ്മീൻ മേടിക്കണം അത്രേ ഉള്ളൂ 100 രൂപയ്ക്ക് സ്വാഭാവികമായിട്ട് നെയ്മീൻ കിട്ടത്തില്ല അതൊരു വാസ്തവം കിട്ടില്ല പക്ഷെ നിങ്ങളുടെ കഴിവ് വെച്ചിട്ട് ഞാൻ സൂപ്പർ ഭാവയാണേ എനിക്ക് 100 രൂപയ്ക്ക് 100 രൂപയ്ക്ക് നെയ്മീൻ മേടിക്കാന്നുള്ളത് ശരിയായി 100 രൂപയ്ക്ക് നെയ്മീൻ മേടിക്കാന്നുള്ളത് നിങ്ങളുടെ കഴിവാണ് 100 രൂപയ്ക്ക് നെയ്മീൻ മേടിക്കാം കിട്ടാറുമാണ് കുഴപ്പമില്ലല്ലോ അപ്പൊ ഞാൻ ആദ്യത്തെ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് റെഡി അല്ലേ ഓക്കെ അപ്പൊ എന്നാ നിങ്ങളുടെ ആദ്യത്തെ ടാസ്കിന്റെ പ്രോപ്പർട്ടി പിടിച്ചോ ഞാൻ 100 രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ചമ്പക്കര ചന്തയിൽ നിന്ന് വാവ ആൻഡ് മെഹർ സമീർ ആൻഡ് ഷമീർ ഇവരുടെ 2 ടീമും ഇപ്പോ 100 രൂപയ്ക്ക് ചമ്പക്കര ചന്തയിൽ നിന്ന് അവരുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് നെയ്മീൻ മേടിക്കാൻ പോവാണ് ചേച്ചിയോ ചേട്ടാ നെയ്മീൻ എത്രയാണ് 100 രൂപ കിട്ടാൻ പാർക്കണ്ട അങ്ങനെ കിട്ടോ അങ്ങനെ കിട്ടൂലേ ആ മതി എന്നാ 100 രൂപ കിട്ടണ ചേട്ടാ ഞങ്ങൾക്ക് വേണം ഒരു നെയ്മീൻ ചേട്ടാ നെയ്മീൻ ഉണ്ടോ എന്തോ അതെ പറ്റില്ല ഒരു നെയ്മീൻ ഫുൾ ആയിട്ട് ഒരു നെയ്മീൻ ഫുൾ ആയിട്ട് വാങ്ങണം കേട്ടോ അതാ ടാസ്ക് ഒരു നെയ്മീൻ ഫുൾ ആയിട്ട് വാങ്ങണം അത് വാപ്പാന്റെ കട ഐഡന്റിറ്റി വെച്ചിട്ടോ നിങ്ങളുടെ കഴിവ് വെച്ചിട്ടോ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു നെയ്മീൻ ഫുൾ ആയിട്ട് മുറിച്ച് വാങ്ങിയാൽ മതി ഒന്നും പരിപാടിയില്ല ഫുൾ ആയിട്ട് ചെറുതായാലും മതി ചേട്ടാ ഒരു 100 രൂപയ്ക്ക് പറഞ്ഞ ഒരു ചെറിയ നെയ്മീൻ പിന്നെ തരാം ഏറ്റവും ചെറിയ നെയ്മീൻ മതി ഇതിന് ശരിക്കുള്ള പൈസ പിന്നെ തരാം അതെ പറയണ ഞാൻ സൂപ്പർ ഭാവയാണ് ചേട്ടാ എനിക്ക് ചേട്ടാ ഇതാ അനക്കൊരു ഒരു നെയ്മിന് 1000 രൂപ കിട്ടൂലടാ ചേട്ടാ ഇവനില്ലേ ഇവൻ സൂപ്പർ ഭയങ്കര ഇൻസ്റ്റാഗ്രാമില് ഭയങ്കര വലിയ പുള്ളിയാ എവിടെ നീ ഇവിടെ ചേട്ടാ ഇത് കേട്ട് നമ്മളൊന്ന് ഒരു നെയ്മീൻ 100 രൂപയ്ക്ക് തരുമോ 100 രൂപ ഒരു നെയ്മീനാ ഏറ്റവും ചെറിയ ചെറിയ മതി കൊടുക്കണ്ടേ ഞങ്ങൾക്ക് ചേട്ടന്റെ ടാസ്ക് എന്താന്ന് വെച്ചാൽ ഇവർ 2 ടീമാ 2 പേരുടെ കയ്യിൽ 100 വെച്ചിട്ടാ ഉള്ളത് 2 പേർക്കും കൊടുക്കേണ്ട വരും ചേട്ടൻ 100 വെച്ചിട്ട് നെയ്മീൻ കൊടുക്കും ഒരു നെയ്മീൻ വലുതെടുക്കണമെന്നുണ്ടെങ്കിൽ 10,000 രൂപ വരും അപ്പൊ പിന്നെ 100 രൂപ എങ്ങനെ എടുത്താൽ പ്രമോഷൻ ചെയ്യാം കാണാം ചെറിയ കുറവുള്ള മീനുണ്ട് അതെടുക്കാം ബത്തൽ പറ്റുമോ ബത്തല് ബത്തൽ പറ്റുമോ ചേട്ടാ ബത്തൽ അല്ല ഒരു കാര്യം ചെയ്യും ഇവർക്ക് ഈ ടാസ്കിൽ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപയാണ് സമ്മാനം കിട്ടുക അത് വലിയൊരു 1,75,000 രൂപ പുള്ളിക്ക് കൊടുത്താൽ പോലെ അതൊന്നും വേണ്ട ചേട്ടാ ഞങ്ങൾ ടാസ്ക് വിജയിക്കുകയാണെങ്കിൽ ചേട്ടനാണെങ്കിൽ ഞാൻ തരും നെയ്മീന്റെ യഥാർത്ഥ പൈസ നെയ്മീന്റെ വില എന്ന് പറഞ്ഞാല് 1100 വരും ഈ 100 പിടിക്കാം 1000 രൂപ ഞാൻ ടാസ്ക് ജയിച്ചെടുത്തു അങ്ങനെ മേടിക്കാനില്ല
പൈസ മേടിക്കാൻ ഇതൊന്നുമില്ല, ചെറിയ മീൻ നെയ്യില് ചെറിയ മീൻ ഉണ്ടാവില്ല. വർക്കൗട്ട് ആവുന്നില്ല ഗൈസ്. ഈ മാസം തികയാതെ പ്രസവിച്ച നെയ്മീൻ ഒരു നെയ്മീൻ തായോ പ്രസവിച്ച ദൈവനുണ്ട്. മേടിച്ചിട്ട് കാര്യമില്ല. 500 ഒന്നും കിട്ടില്ല. അതാണ് എന്താ ചെയ്യാൻ പറ്റുക? എന്തേട്ടാ ഒരു മാന്തളായാലോ പറ്റുമോ? നെയ്മീൻ തരില്ലല്ലോ 100 രൂപയ്ക്ക്. തരില്ലെന്നല്ല, തരും. പൈസ റിയലി പ്രൈസ് തരുമ്പോ നമുക്ക് തരും. 100 രൂപയ്ക്ക് നെയ്മീന്റെ ടേസ്റ്റ് ഉള്ള വേറെ എന്തെങ്കിലും ഉണ്ടോ? നെയ്മീന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അലുവ അലുവേ നെയ്മീന്റെ ടേസ്റ്റ് അലുവ. നിങ്ങൾ പിന്മാറിയോ? ഞങ്ങൾ പിന്മാറിയിട്ടില്ല. നിങ്ങൾക്ക് ആവേശം പോരാട്ടോ. എന്നാലും നെയ്മീന്റെ ഒരു ഒരു കിട്ടുമോ നോക്കട്ടെ. രൂപ ഉള്ളതെന്നൊക്കെ. കവർ എടാ നീ എന്തുവാടാ? ഇങ്ങനെ ശീലല്ലേടി. ഞാൻ എന്റെ പേരേക്കും കൂടി മീൻ വാങ്ങാൻ നോക്കി. എനിക്ക് പിന്നെ ഇതാണല്ലോ രാവിലെ എണീച്ച ഓ എന്ന് വിളിച്ചു നടക്കല്. എന്റെ വീട്ടിൽ ഇറച്ചി ഒരു 100 രൂപയ്ക്ക് ഏതെങ്കിലും ഒരു മീൻ താ. 100 രൂപയ്ക്ക് അവന് മൂപ്പരവന് മോന്തക്കും തരും. ഞാൻ ഇടങ്ങാറാക്കി ഇറക്കി വിടാൻ പറ്റുമോ? ഓക്കെ ഓൾ റൈറ്റ്. ഇപ്പൊ നിങ്ങൾ ഇത്രയും നേരം ചോദിച്ചിട്ടും ചേട്ടൻ അമ്പിനും മിന്നിനും അടുക്കാത്ത സ്ഥിതിക്ക് 100 രൂപയ്ക്ക് വേറെ എന്തെങ്കിലും ഒരു മീൻ മേടിച്ചാലോ? അതാണ് അതിന്റെ റേറ്റ്. 100 രൂപയ്ക്ക് ഒരു പിലോപ്പി പോന്നോട്ടെ. പിലോപ്പി. ആ 10 രൂപ ബാലൻസ്. ആ ദേ 100 രൂപയ്ക്ക് വാങ്ങിയപ്പോ മെഹർ 90 രൂപയ്ക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. ബാലൻസ് വെച്ചോന്നൊക്കെ. ചേച്ചി അടുത്ത ടാസ്ക് താ. വാങ്ങിയോ? ഓക്കെ അവിടെ പോണോ ചേച്ചി? 100 രൂപയ്ക്ക് മീൻ. ആ 100 രൂപയ്ക്ക് വാങ്ങാൻ പറയുമ്പോ മെഹർ ഇതാ 90 രൂപയ്ക്ക് വാങ്ങിച്ചു. ബാക്കി 10 രൂപ വാങ്ങിയിരിക്കുകയാണ്. അല്ലെങ്കിലും മീൻ പിടിക്കടാ. ആണല്ലോ. അപ്പൊ നമുക്ക് തിരിച്ച് മാർക്കറ്റിലേക്ക് ജോയിൻ ചെയ്യാം. Come on, let's go. ഞങ്ങളെ വീട്ടിലൊക്കെ ഇറച്ചി മേടിക്കല്, അതുകൊണ്ടാണ് നമുക്ക് പറ്റി വലിയ ഐഡിയ ഇല്ല. പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയുള്ള ബോധം. അപ്പൊ ഇതാ നമ്മുടെ ആദ്യത്തെ ടാസ്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് 2 ടീമും എന്നോടൊപ്പം ചമ്പക്കര മാർക്കറ്റിലേക്ക് ജോയിൻ ചെയ്യാണ്. മാർക്കറ്റിന് ഉള്ളിലേക്ക് ജോയിൻ ചെയ്യാണ്. ഞാൻ ഇവർക്ക് അടുത്ത ടാസ്ക് കൊടുക്കാം. അടുത്ത ടാസ്ക് കുറച്ചുകൂടെ വെറൈറ്റി ടാസ്ക് കേട്ടോ. ഇതേപോലെയാണോ? അല്ലല്ല, ഇത് കുറച്ചുകൂടെ കലാപരമായിട്ടുള്ള ടാസ്ക് ആണ്. മീൻ എന്ത് ചെയ്യാം? മീൻ നമുക്ക് ഉച്ചയ്ക്ക് കറി വെക്കാം. ഓക്കെ, മീൻ എന്താ ചെയ്യാ? കറി വെക്കാം ഉച്ചയ്ക്ക്. ഓക്കെ, കുടംപുളിയിട്ട് കറി വെക്കാം. അടുത്ത ടാസ്ക് ഇതാണ്. വലിയ മീനുകൾ വിൽക്കുന്ന സ്ഥലത്ത് ബിഗ് മീൻ വിൽക്കുന്ന സ്ഥലത്ത് ഒരു പാട്ടുകാരനുണ്ട്. ആ പാട്ടുകാരനെ കൊണ്ട് മീൻ വിൽക്കുന്ന ആളായിരിക്കും കേട്ടോ. ആ പാട്ടുകാരനെ ഐഡന്റിഫൈ ചെയ്യാ. പാട്ട് പാടുന്ന ഒരാള് ഐഡന്റിഫൈ ചെയ്യാ. എനിക്ക് കേക്കണ്ട. പാട്ട് കേട്ടിട്ട് നമ്മള് പോകുന്നു. കുഞ്ഞിലമാവേ കയറൊന്ന് നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും വന്നായവനെ കാലം കാത്തുവച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ പയമേ ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും ചൊല്ല് ഇവരെ തൊടുവാനായും ജനത്തിലേക്ക് കാലം അടുത്തു വച്ച സ്വർഗം പോലും അണ്ടർവേൾഡ് ഇല്ലുമിനാട്ടി അണ്ണൻ തനി നാടൻ കൊലവല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി. ടാസ്ക് കേട്ടിട്ടോ? അപ്പൊ ഇവരുടെ ടാസ്ക് ഈ പാട്ടുകാരനെ കൊണ്ട് മാനസ മൈന എന്ന പാട്ട് 4 വരി പാടിപ്പിക്കുക വിത്ത് സ്റ്റെപ്പ്. വലിയ മീൻ വിൽക്കുന്നതിനിടയ്ക്ക് ഒരു പാട്ടുകാരുണ്ട്, പെട്ടെന്ന് ആയിക്കോട്ടെ. ഭക്ഷണമായി വരാം. വലിയ മീൻ വെക്കുന്നോടത്ത് ഒരു പാട്ടുകാരുണ്ട്. അത് ആരാ? നിങ്ങളാ പാട്ട് പാടില്ലേ? പാടിക്കാണേ. മാനസമൈന വരും. വരൂ മധുരം നുള്ളി മധുരം നുള്ളി തരൂ. മധുരം
Alright, ഈ ടാസ്കിലപ്പോ മെഹറും വാവയും തോൽവി സമ്മതിക്കും. മാർക്കറ്റിന്റെ പുറത്തോണ്ട് പോയതാ. മാർക്കറ്റ് പുറത്തോണ്ട് പോയതാ. വാവയുടെ ടീമിൽ ഇതുവരെ പാട്ടുകാരെ കിട്ടിയിട്ടില്ല കേട്ടോ. അടുത്ത ടാസ്ക് ഞാൻ അവർക്ക് കൊടുക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് ആയിക്കോട്ടെ. എന്താ ചെയ്യാ? ഞങ്ങൾ പാട്ട് പഠിപ്പിക്കണോ? ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ ജയിച്ചില്ല, പിന്നെ നിങ്ങൾക്ക് വേണ്ടേ? തോറ്റു കണ്ടാ. ഓക്കെ, അടുത്ത ടാസ്കിലേക്ക് ഞാൻ പോവാണ്. നമ്മുടെ ഈ മാർക്കറ്റിൽ ഒരു ശോഭ ചേച്ചിയുണ്ട്. ആ, ശോഭ ചേച്ചിനെ കണ്ടുപിടിക്കും. ശോഭ ചേച്ചി ശോഭ ചേച്ചി ശോഭ ചേച്ചി ചേച്ചി ശോഭ ചേച്ചി എന്താ ചെയ്യണ്ടേ? ശോഭ അത് ചേച്ചി പറയുന്നു മാമൻ. ശോഭേച്ചിയല്ലേ? ശോഭേച്ചിയല്ലേ? ശോഭ ചേച്ചിനെ ശോഭേച്ചിയാ? കണ്ടുപിടിക്കും. ശോഭ ചേച്ചി ചെമ്മീനുണ്ട്. 600 ആണ് വിളിക്കാൻ പറഞ്ഞേക്കുന്നത്. എടാ, ക്യാമറ വാങ്ങണം. ഇവരോട് പറയുന്നു മാമൻ ഓടിപ്പോയി. ശോഭേച്ചിനെ കിട്ടിയിട്ട് എന്താ കാട്ടണ്ടേ? എന്താ ശോഭ ചേച്ചിനെ കിട്ടിയിട്ട് ഓരോ കയ്യിൽ ചെമ്മീനുണ്ട്. 100 രൂപയ്ക്ക് ഓരോത് കൊടുക്കുള്ളൂ. അന്റെ കൈ കൊണ്ട് അത് 500 രൂപയ്ക്ക് വാങ്ങണം. എവിടെ? ആ നിങ്ങൾ അത് പറഞ്ഞ് മനസ്സിലാക്കി. ഞങ്ങൾ ചെമ്മീൻ എവിടെയോ ശോഭേച്ചി എവിടെയാണ്? പുറത്താണോ? അല്ലല്ലോ, ചേച്ചിയുടെ പേര് ശോഭേച്ചി. ശോഭേച്ചി ആരാ ഇവിടെ ഉള്ളത്? ശോഭ ചേച്ചി ആ ഈ ചെമ്മീൻ എടുക്കട്ടെ. വള്ളത്തിൽ കൂടി ശോഭേച്ചിന് ചെമ്മീൻ കിട്ടിക്കണേ. ശോഭ ചേച്ചി 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 500 രൂപയ്ക്ക് തരുമോ? ഇപ്പൊ വാങ്ങാം, റെഡി ക്യാഷിന് വാങ്ങാം. എല്ലാരും ഇൻസ്റ്റാൾമെന്റിനല്ലേ മീൻ വാങ്ങുക. പോടാ ഇവിടെ ചേച്ചി. എന്റെ സാലറി മെഹറും ഈ മീൻ മൊത്തം ഇപ്പൊ കാണിക്കും. അതെ 500 രൂപയ്ക്ക് ചെമ്മീൻ കൊടുക്കാൻ ഈ മീൻ മൊത്തം മെഹറിന്റെ സാലറിന്ന് വാങ്ങും ചേച്ചി. ചേച്ചി ശോഭ ചേച്ചിക്ക് ഇന്ന് കച്ചവടം മുഴുവൻ ഇപ്പൊ മെഹർ തീർത്തു തരും. ചേച്ചി 500 രൂപയ്ക്ക് ഇത് നോക്ക് പ്ലീസ് ചേച്ചി, പ്ലീസ് ചേച്ചി 500 രൂപയ്ക്ക് പ്ലീസ് ചേച്ചി. ചേച്ചി 500 കുട്ടികൾ രാവിലെ വന്നത് രൂപയ്ക്ക് ഇങ്ങനെ തെണ്ടുന്ന ചേച്ചി കണ്ടില്ല ചേച്ചി. ഇതുപോലെ ഇറക്കാൻ കഴിയുള്ള വേറെ കുട്ടികളെ ചേച്ചി ചേച്ചി പ്ലീസ് ചേച്ചി. കുട്ടികളുടെ വലിയ ചേട്ടൻ ചേച്ചി കണ്ടിട്ടുണ്ടോ? ചേച്ചി ചേച്ചി 500 രൂപയ്ക്ക് 550 ചേച്ചി പ്ലീസ് ചേച്ചി. ദൈവം മീൻ നന്നാക്കി തരും. ഇവൻ ചേച്ചി സൂപ്പറായിട്ട് ഇപ്പൊ മീൻ ആ നന്നാക്കും. കുട്ടി കരയുന്ന കേട്ടില്ല. കേരളത്തിലുള്ളവരെല്ലാം ഈ കുട്ടീനെ വാവേന്നാ വിളിക്കുന്നത്. ഈ കൊച്ചു കരയുന്ന ചേച്ചി കേട്ടില്ല. ചേച്ചി പ്ലീസ്. എവിടെ എവിടെ? എക്സ്ക്ലൂസീവ് കണ്ടന്റ്. ഡ്രസ്സിന്റെ കളർ കാക്കയ്ക്കറിയാം എവിടെയാണ് ബാത്റൂം എന്ന്. എന്താ നിങ്ങളെ നാട്ടില് കാക്കില്ല? അവന്റെ ഡ്രസ്സിന്റെ കളർ പോലെ തന്നെ ഡിസൈനഡ് ആയിട്ടില്ല. വെള്ളത്തിൽ ദാ ചേച്ചി ചൂട് ചായ. ചേച്ചി ചൂട് ചായ. ഞങ്ങൾ ചായ ഒന്നുമില്ല ചേച്ചി, ഞങ്ങൾക്ക് തരുമോ? ചേച്ചി 500 രൂപയ്ക്ക് താ ചേച്ചി. ചായമൊന്നും ചേച്ചിനെ പറ്റിക്കാൻ ചേച്ചി നോക്കണ്ട. പ്ലീസ് ചേച്ചി 500 രൂപയ്ക്ക് എടുത്തോട്ടെ. നമ്പർ എന്നാലും എടുത്തോട്ടെ ചേച്ചി, ഞാൻ എടുത്തോട്ടെ ചേച്ചി പ്ലീസ് പ്ലീസ് പ്ലീസ്. എടുത്തോട്ടെ എടുത്തോട്ടെ. പൈസ കൊടുക്കേ, പൈസ കൊടുക്കേ, പൈസ കൊടുക്കേ. അങ്ങനെ കാക്ക കഷ്ടം നോക്കി എന്നിട്ട് കാര്യമില്ല. ഒരു വാങ്ങിച്ചോ 500 രൂപയ്ക്ക് ഇത് ചായ. അങ്ങനെ ഇതാ ഈ ടാസ്കിൽ മെഹറും വാവയും 500 രൂപയ്ക്ക് 500 രൂപ ചേച്ചി, 500 രൂപ വാങ്ങിക്കണേ. വാങ്ങിട്ട് പോയാൽ മതി. ഒരു 500 രൂപ. 500 അല്ല 500 രൂപ കൊടുക്കേ. അപ്പൊ ഇതാ ഈ ടാസ്കില് 600 രൂപ പറഞ്ഞ ചെമ്മീൻ ശോഭ ചേച്ചിയുടെ കയ്യിൽ നിന്ന് 500 രൂപയ്ക്ക് മെഹർ ആൻഡ് ടീം പുരസ്കാരം നിങ്ങൾക്കുള്ള രണ്ട് എഴുതിയിട്ട് വാങ്ങിച്ചോ. 500 രൂപയ്ക്ക് ചെമ്മീൻ നിങ്ങൾ വാങ്ങിയിരിക്കുകയാണ് guys. Congratulations. ഇതിന് വളാഞ്ചേരി 450 ഉള്ളൂ. ഇല്ല അനക്കൊന്നും ഇല്ല. ഓരോടെ കാക്കകാശം തുടച്ചിട്ട് ഓർക്ക് പ്രൈസ് കൊടുക്കണം. അപ്പൊ ഞാൻ അടുത്ത ടാസ്ക് ഇവിടെ വെച്ച് തന്നെ പറയാൻ പോവാണ്. വേഗം പിടിച്ചോ. ഇവർക്ക് കാക്കക്കാശം തുടക്കാനൊക്കെ അല്ലേ പറ്റുള്ളൂ. യോഗമുള്ളൂ. പക്ഷെ കുഴപ്പമില്ല, അവര് നല്ല രീതിയിൽ മത്സരിച്ചത് കൊണ്ട് നമുക്ക് അവർക്കും കൂടെ അടുത്ത ടാസ്ക് കൊടുത്തേക്കാം. പാവങ്ങളല്ലേ പോട്ടെ. എന്താ ഇവർ കൂടെ കൊടുത്തേക്കട്ടെ അടുത്ത പാവങ്ങളല്ലേ. വൈരാഗ്യം എന്നുള്ള ആൾക്കാരെ ഞാൻ കണ്ടുപിടിക്കും. അല്ല നമ്മള് ടാസ്ക് തരട്ടെ. ഞങ്ങള് ജയിച്ച റീച്ച് കുറണ്ട വെച്ചിട്ടോ ജയിച്ചോട്ടെ. രണ്ടുപേരെ കോമ്പോ റീച്ച് പോകാതിരിക്കാൻ വേണ്ടി അടുത്ത ടാസ്ക് തരട്ടെ. തന്നു കഴിയുമ്പോ വേണ്ടാന്ന് പറയും. ഇച്ചിരി അനക്ക് മീൻ വെട്ട അറിയോ? അറിയില്ല. എന്നാ അറിയണം. 10 മത്തി വെച്ചിട്ട് 2 ടീമിലും ഉള്ള ആൾക്കാർ വെട്ടിയിട്ട് നിങ്ങൾ അത് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് ഏറ്റവും ഭംഗിയായിട്ട് എന്റെ കയ്യിൽ തരണം. അവർക്കാണ് അടുത്ത ടാസ്ക്. തന്നിരിക്കും. വെട്ടാന്ന് പറയുന്ന അവരുടെ സ്പിരിറ്റ് ഒന്ന് നോക്കണേ. ഏത്
വരൂ guys, വാ, ഇതാ മത്തി വെട്ടാൻ പോവാണ് ചമ്പക്കര നമുക്ക് ചന്തയിൽ. വരൂ. പേരില്ലാത്ത ഏതെങ്കിലും കടയിൽ പോവാം. ചാള ഞങ്ങള് വെട്ടിത്തരട്ടെ? ഒരു 10 ഒരു 10 ചാള. മാമ വെട്ട് വെട്ട് വെട്ട്. എനിക്കറിയില്ല വെട്ടാൻ. വെട്ട്. എടാ ഇങ്ങനെയാടാ. അതാ വാവയ്ക്ക് മത്തി വെട്ടാൻ ഡെമോൺസ്ട്രേഷൻ കൊടുക്കുകയാണ് ചേട്ടൻ. പ്രൊഫഷണൽ ഇങ്ങോട്ട് തരോ? തിരിച്ചു പിടിക്ക്. അല്ല അവിടെ ഇങ്ങോട്ട് ഇനി ഇങ്ങോട്ട് ഇനി അങ്ങോട്ട് അങ്ങോട്ട്. എടാ ഞാൻ തല വെട്ട്. എന്നാ വെട്ട് ഇനി ഇത് കളയാലേ? അത് കളഞ്ഞു. ചേച്ചി ഞങ്ങൾ ഈ മത്തി വെട്ടിയാലോ? ഞങ്ങളൊന്ന് വെട്ടി നോക്കട്ടെ, ഒരു 5 10 വെട്ടി നോക്കട്ടെ. ഓക്കെ, ഇത് എങ്ങനെ വെട്ടാന്ന് കൂടി പറഞ്ഞോണ്ടാ. ഇതെങ്ങനെ വെട്ടാ? തല ഞാൻ വെട്ടാളോ? തലല്ലേ? എനിക്ക് വെട്ടറിയോ? എനിക്ക് വെട്ടറിയോ? ഇന്ന് വെട്ടി ഇത് വെട്ട് കത്തിരിക്ക കത്തി ഉണ്ടോ? ഞാൻ കത്തി കൊടുത്താന് കത്തി അവനക്ക് വെട്ടാനാ. കത്തിതാ കത്തിതാ ഒരു കത്തി തരുമോ? കത്തിതാ ചേച്ചി വെട്ടിക്കോട്ടാ. ഇതിങ്ങനൊന്നും അല്ലടോ. ഇത്തിരി പോന്ന മത്തീനെ പോസ്റ്റ്മോർട്ടം ചെയ്തു വാവാ. ഉള്ളി കൈയിട്. അതിന്റെ വയറിന്റെ ഉള്ളിൽ സെമീറൊക്കെ മുറിക്കാണ്. ക്ലീൻ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് അടിപൊളിയായിട്ട് താണ്ട് ഇവരുടെ ടീമാണ് മത്തി. ഷെബീന്റെയും പറഞ്ഞോട്ടെടാ, ഷെബീന്റെ സമീറിന്റെ ടീമാണ് നല്ല ക്ലീൻ ആയിട്ട് വെടിപ്പായിട്ട് അടിപൊളിയായിട്ട്. ഒരു ചെതുമ്പല് ഒറ്റ ചെതുമ്പല് കാണിച്ചു തരാനുണ്ടാകത്തില്ല. നല്ല സൂപ്പർ ആയിട്ട് പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ഡെയിലി അല്ലേ വീട്ടില് പണിക്കൊന്നും പോകത്തില്ലെങ്കിലും അല്ലേ ഡെയിലി ഇതൊക്കെ അവര് സൂപ്പർ ആയിട്ട് ഞങ്ങൾ അത്യാവശ്യം ഫാമിലിനെ ഹെൽപ്പ് ചെയ്യണ ഫാമിലി പെട്ടാണ്. കുടുംബത്തിലെ അല്ലേ കാരണം എന്റെ മക ഞാന് അടിച്ചു തുടക്കുക, പാത്രം കൊടുക്കുക. മോനാണോ എന്റെ ഉമ്മ കൊണ്ടുപോയാ തുണിയാ ഷെബിന്റെ മുണ്ട് 10 മത്തി ഇത് വെട്ടിട്ട് വാ, ഞങ്ങൾ അടുത്ത 3ാമത്തെ പരിപാടിക്ക് പോണേ. ടാസ്ക് പറഞ്ഞ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഒരിക്കപ്പോ അടുത്ത കഴിഞ്ഞു. ഇല്ല ഞങ്ങൾ ഇത്ര വെട്ടി കഴിഞ്ഞു. ദേ, ദേ ഇരിക്കണു. എത്രണ്ണായി 10 4 6 7 8 ആയിട്ടുള്ളൂ. ഓരോ രണ്ടുപേരും കൂടെ ഒരുമിച്ച് 2 കത്തി വെച്ചിട്ട് പ്രൊഫഷണൽ ആയിട്ട് ഹോട്ടലുകാർ കൊടുക്കാനുള്ള മീനാ ഒരു വെട്ടിയത്. ചെതമ്പല് ഓരോ മീൻ വെട്ടിയാണ്, അല്ല അത്ര മൂച്ചൊന്നല്ല. അല്ലടാ ഈ വെട്ടി മീൻ ഉച്ചയ്ക്ക് ഹോട്ടലിൽ പൊരിക്കാൻ കൊടുക്കണം. അതിനാണ് അതിന്റെ ഭംഗിയാണ്. ഈഗോ. ഇവര് എന്താണിത്? അതല്ല ഇത് ഫുള്ള് ക്ലീൻ ചെയ്തല്ല വാവ ശരിയല്ലടാ. ഇതിന്റെ ചെതമ്പല് ഒരു വാല് മുറിച്ചിട്ടില്ല. അല്ല അല്ല എക്സ്ക്യൂസ് മീ സർ പ്ലീസ് യു സ്റ്റോപ്പ്. ഇതാ അന്റെ വീട്ടില് വാലെടുക്കുന്ന മത്തി തിന്നുക. കണ്ണ് വാല് ചെതമ്പല് പട്ടി. ഇവര് ഒമ്പത് 10 ആക്കി കഴിഞ്ഞിട്ട് തുണി നിർത്തരോ ഇതൊന്നും ഷവായ കഴിക്കാൻ പോയപ്പോഴേ സലാഡ് വെച്ച് പോടിഞ്ഞോട് പറയണേ ഞാൻ മേടിച്ച സലാഡല്ലേ അടുത്ത ടാസ്ക് ഉണ്ടോ? അപ്പൊ വളരെ ഗംഭീരമായിട്ട് ഈ ഒരു മത്തി വെട്ടുന്ന ടാസ്ക് 2 ടീമും കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം ഒന്നും വിചാരിക്കരുത്, ഇവരുടെ പ്രൊഫഷണലിസം അതൊന്ന് വേറെ തന്നെയായിരുന്നു. മത്തി വെട്ടുന്നതില് ഭയങ്കര ഒരു ഉമ്മാനെ പോരയില് സഹായിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് അവർക്ക് ഇത്രയും അല്ല വില പറയണ്ടോ. അടുക്കള എനിക്കറിയോ? ഞാനൊക്കെ അങ്ങോട്ടുള്ള വഴി ഇവർ രണ്ടുപേരും ആ മീൻ വെട്ടുന്ന ചേച്ചിമാരോടൊക്കെ പറഞ്ഞു, അനക്ക ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന വെള്ളയില് ചോപ്പ് പുള്ളിയുള്ള കുട്ടിക്ക് അടുക്കളയേക്കുള്ള വഴി പോലും അറിയില്ല, അതുകൊണ്ട് ഒരു തോറ്റു പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവർക്ക് കുഴപ്പമില്ലല്ലോ, ഇവർക്ക് നമുക്ക് വെട്ടുകൊടുക്കാം അല്ലേ ഓട്ടെ. അല്ല നേരത്തെ നിങ്ങൾ അപ്പൊ ഞാൻ അടുത്ത ഗെയിമിലേക്ക് പോവാണ്. ലാസ്റ്റ് ടാസ്ക് ആണ് ഇന്നത്തെ ദിവസം. വന്നിട്ട് ഇവർ കുറെ അധികം ടാസ്കുകൾ ചെയ്ത് കുഴഞ്ഞു. പക്ഷെ അടുത്തത് നിങ്ങൾക്ക് വലിയ കഷ്ടപ്പാടുള്ള ഒരു ടാസ്ക് അല്ല, വേറെ ഒരു കഷ്ടപ്പാട് വേറൊരാളെ കൊണ്ട് കഷ്ടപ്പെടുത്തിയാൽ മതി. ഇവിടെ ഈ മാർക്കറ്റില് ചമ്പക്കര ചന്തയിൽ വിയേർഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത്, ചിലപ്പോ മീറ്റ് പച്ചക്ക് കഴിക്കുന്നതായിരിക്കാം. അങ്ങനെ ഒരാളുണ്ട്, ആ ചേട്ടനെ കണ്ടുപിടിക്കുക, ആ ചേട്ടനെ കൊണ്ട് അത് കഴിപ്പിക്കുക. നിങ്ങൾക്കൊന്നുമില്ല, പുള്ളിനെ കൊണ്ട് കഴിപ്പിക്കുക, പുള്ളിനെ കണ്ടുപിടിച്ചാൽ മാത്രം മതി. അയാളെങ്ങനെ കണ്ടുപിടിക്കും?
വേറൊരു കാര്യം കേട്ടോ പറയാൻ മതി. അഥവാ നിങ്ങൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇത്രയും നേരം ഒരു ടീം തോറ്റുപോയി കഴിഞ്ഞാൽ മറ്റേ ടീമിനെ നമ്മൾ കുഴപ്പമില്ല ജോയിൻ ചെയ്തെന്ന് പറയില്ല. ഇത് ലാസ്റ്റ് ടാസ്ക് ആയതുകൊണ്ട് തന്നെ ഇൻ കേസ് മറ്റേ ടീം കണ്ടുപിടിച്ചില്ല, നിങ്ങളുടെ ടീം കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അയാള് കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ കഴിക്കാൻ കഴിയും. അപ്പൊ കണ്ടുപിടിച്ചാ മതി. അപ്പൊ മത്തി വെട്ടാണ്ട് ഞാൻ തുടങ്ങിട്ടില്ല. ഈ ഏതാ പോയി സാരിയൊക്കെ ഒന്ന് നോക്കണം. ഇത്ര ആത്മാർത്ഥത ചാള വെട്ടി കയ്യാടാ നോറി. ചേട്ടാ ഇവിടെ ഇറച്ചിയൊക്കെ പച്ചക്ക് തിന്നണ ചേട്ടനേരാ? അതായത് വീടായിട്ട് മീനിന്റെ അങ്ങനെ തിന്നുന്ന ആളുണ്ടാ? അതായത് മീൻ ഇങ്ങനെ പച്ചക്ക് അങ്ങനത്തെ തിന്നുന്ന ആൾക്കാർ ഇല്ല? ഇവരെന്താ അങ്ങനെ അപ്പൊ എങ്ങനെ മനസ്സിലാവുക? 2-3 പേരോട് ചോദിക്കേ. എവിടെ ഉണ്ടാവുക? ഉണ്ടോ നിങ്ങളിലുണ്ടോ? ആ മാഷാ അല്ലാ. നീ കഴിക്കോ? ക്യാമറ ആക്ഷൻ. അനക്ക് വാണ്ടി അവൻ തിന്നോ? തിന്നാമല്ലേ? ബിസ്മില്ലാ. ഒന്നും മതി കേട്ടോ. അല്ല അല്ലെങ്കിൽ നമ്മൾ കഴിച്ചാലും മതി. അങ്ങനെ എന്നാ തിന്നട്ടെ. ബിസ്മില്ലാ. കക്കിറച്ചി പച്ചക്ക്. ചേട്ടാ അതൊന്ന് കൈ കാണിച്ചേ. ചേട്ടാ ഒന്ന് കഴിച്ചു ചേട്ടാ പ്ലീസ്. ചേട്ടാ ഒരെണ്ണം. ഞാൻ വരെ കഴിച്ചു. ചേട്ടാ കഴിക്കോ? ഞാൻ കഴിച്ചു. ഇവൻ കഴിച്ച്. ചേട്ടാ ഒരെണ്ണം ചേട്ടാ. ചേട്ടനോ നിങ്ങൾ കഴിക്കോ? ചേട്ടാ ഒരിക്കലും മറക്കൂല. മറന്നാലൊന്ന് ഓർമ്മപ്പെടുത്തിയേ. കണ്ടുപിടിച്ചു ഞങ്ങൾ തീറ്റിച്ചു. തിന്നു ചെയ്ത് തീറ്റിക്കും ചെയ്തു. ഇവൻ തിന്നോ ചെയ്തു തീറ്റിക്കും ചെയ്തു. പച്ചക്ക് നമുക്ക് ടാസ്ക് അല്ലേ വലുത്. എടാ അപ്പൊ നിങ്ങളുടെ ഫൈനൽ ടാസ്ക് അല്ല, 2 ലക്ഷത്തിനുള്ള ക്ലൂവിലേക്കാണ് ഞാൻ പോകുന്നത്. ഈ ചമ്പക്കര മാർക്കറ്റിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, കച്ചവടക്കാരും വാങ്ങാൻ വന്നവരായിട്ടൊക്കെ ഒരുപാട് പേരുണ്ട്. ഇവരിൽ എല്ലാവരുടെ അടുത്തോട്ട് ചെന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഐ ലവ് യു എന്ന് പറയാ. ഐ ലവ് യു എന്ന് പറഞ്ഞാൽ മാത്രം മതി. എനിക്ക് ഇഷ്ടം ലവ് യു അല്ല, ഐ ലവ് യു. അപ്പൊ അവര് തിരിച്ച് എന്ത് നീ പറയല്ലേ, എന്തൊക്കെ കൊളാകല്ലേ. അപ്പൊ അവര് തിരിച്ച് ലവ് യു ടു എന്ന് പറയും. അതാണ് നമ്മുടെ ഈ സാധനം കയ്യിലുണ്ടോ, സാധനം കയ്യിലുണ്ട്, ആ ഒരു സെറ്റപ്പാ. വേറെ മറുപടി ഒന്നും കിട്ടുന്നതിന് സമ്മാനം പറഞ്ഞാൽ പോരെ ടീമില്? ആരെങ്കിലും അല്ല, നമ്മൾ ഈ 2 ലക്ഷം രൂപ വെച്ചിരിക്കുന്ന ആളെ ഇത് പറയുള്ളൂ. അയാളുടെ തൊട്ടടുത്ത് 2 ലക്ഷം രൂപ ഉണ്ട്. അപ്പൊ അയാൾ നിങ്ങളോട് ഐ ലവ് യു ടു പറയും. അയാൾ അപ്പൊ തന്നെ പൊക്കി മാറ്റിട്ട് അവിടെ മുഴുവൻ തപ്പിക്കോളൂ. 2 ലക്ഷം കിട്ടുന്ന ആൾ ആദ്യം എടുത്തോണ്ട് വീട്ടിൽ പൊക്കോളാം. ഓക്കെ, അപ്പൊ ഇതാ ഇവര് ഡെമോൺസ്ട്രേഷൻ എടുക്കാൻ പോവാണ്. പറഞ്ഞോ. ഐ ലവ് യു. ഐ ലവ് യു ടു. അവിടെ ചെല്ലുമ്പോഴും ബേബി ഇങ്ങനെ വികാരമുള്ള ഐ ലവ് യു കിട്ടാൻ. അപ്പൊ ഇതാ മെഹർ വാവയോട് എനിക്ക് അത്ര കൂടെ ദാരിദ്ര്യം തീരുമാനത്തില് എന്നോട് പറയട്ടെ. ഇങ്ങനത്തെ ഈ എന്താണ് പിച്ചക്കാരൻ ലോട്ടറി അടിച്ചത് ഓള് പിന്നെ അടിപൊളി. 2 ലക്ഷം റുപ്യ കിട്ടൂലേ? 2 ലക്ഷം റുപ്യ എനിക്ക് മാനാവുണ്ട്. 2 ലക്ഷം റുപ്യ കിട്ടിയാൽ പോലും മെഹറിനോട് ഐ ലവ് യു പറയുന്നത് എന്തൊരു മനുഷ്യനാണ്. ആ മുഖത്താ ഈ നിഷ്കളങ്കമായ മുഖത്തേക്ക് ഇനി നീ പറയണ്ട. ഓള് പറയണ്ടെന്നാ പറയണേ. ചന്തയിൽ എനിക്ക് വേണ്ട. ഓൾക്ക് വേണ്ടെന്നാ പറയണേ. പകരം മതിയോ? ഞാനൊരു കാര്യം പറയട്ടെ. ഇതാ ഇവരുടെ ടീം സ്പിരിറ്റ് ഇവിടെ സ്പ്ലിറ്റ് ആവുകയാണ്. അപ്പൊ നമുക്ക് ഇവരുടെ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അപ്പൊ ഇവിടെ ഇത്രയും നേരം ഇത്രയും സ്പിരിറ്റോടെ കളിച്ചുകൊണ്ടിരുന്ന വാവിയുടെ മെഹറിന്റെയും ടീം സ്പിരിറ്റ് നമ്മളിപ്പോ കണ്ടു. ഇവർക്ക് പരസ്പരം പറയാൻ താല്പര്യമില്ല. അപ്പൊ നമുക്ക് നേരിട്ട് നിങ്ങൾക്ക് ടാസ്ക് ഇല്ല, 2 ലക്ഷം റുപ്യ ഇവർക്ക് നേരിട്ട് കൊടുക്കാൻ എതിരഭിപ്രായം ഉണ്ടോ? ഞാൻ വേണമെങ്കിൽ ഒരു ഐ ലവ് യു പറയാം. ഇത്ര നേരം പറയൂലെന്നല്ലേ പറഞ്ഞത്? 2 ലക്ഷം റുപ്യ അല്ലേ?
അപ്പൊ കുറച്ചേരത്തേക്ക് മാനം മാറ്റി വെക്കാണ്. ഓക്കെ ഗൈസ്, ഇപ്പൊ ഇതാ നമ്മുടെ വാവ മെഹറിനോട് ആ രഹസ്യം തുറന്ന് പറയാൻ പോവാണ്. ഐ ലവ് യു എന്ന് പറയാൻ പോവാണ്. പറഞ്ഞോ പറഞ്ഞോ മെഹർ നോക്ക്. പറയൂ, ഞാനൊന്നും പറയുന്നില്ല. അപ്പൊ ഇതാ പറഞ്ഞോളൂ, വാവ ഇതാ മെഹറിനോട് തുറന്ന് പറയാൻ പോവാണ്. ഐ ലവ് യു നമ്മുടെ വാവ ഇതാ മെഹറിനോട് പറയാൻ പോവാണ്. കല്യാണം റെഡി ആവില്ല കേട്ടോ. പറഞ്ഞോ വാവ പറഞ്ഞോ. മെഹർ ഇങ്ങോട്ട് നോക്ക്, നോക്ക് കണ്ണിലേക്ക് നോക്ക്. ഞാൻ ഓവർലാപ്പ് ആയി. ഐ ലവ് യു പറഞ്ഞാലോ? അല്ല ഇത് അങ്ങനെയല്ല ചേട്ടാ. ഓക്കെ പറഞ്ഞോ പറഞ്ഞോ. മെഹർ ഒന്ന് നോക്കൂ. ഇൻട്രസ്റ്റ് ഇല്ലാത്ത പറ. ഐ ലവ് യു. ഐ ലവ് യു. ഇവൾക്ക് ഇതെന്താണ്? ഒരു വികാരമില്ലല്ലോ. ഷെബിയ ഓനിക്കാണ് പൊറോട്ട ഇറച്ചി വാങ്ങിച്ചു കൊടുത്താൽ ഓ തിരിച്ച് ഐ ലവ് യു ഒക്കെ പറയും. പെണ്ണിനെ നമുക്ക് അതിനോട് അവസാനിപ്പിക്കാം. ഇതാ നമ്മളപ്പോ ഈ ടാസ്കിലേക്ക് കിടക്കുകയാണ്. Your time start now. ഓടിക്കോ. ഐ ലവ് യു. ഐ ലവ് യു എന്ന് പറയടാ പോയി. എടാ വേറെ വഴിക്ക് പോ. ചേട്ടാ ഐ ലവ് യു. ചേട്ടനാണോ പറയണ്ടത്? ഐ ലവ് യു. എന്താ ഞാൻ അതില് പോകുന്നില്ല. ഐ ലവ് യു പറപ്പോ ഐ ലവ് പോകുമോ കേട്ടാ? ഐ ലവ് യു. പിടിച്ചു കൊണ്ടേ അമ്മോട്ട്. ചേട്ടാ ഐ ലവ് യു. ഐ ലവ് യു. ഐ ലവ് യു. നിങ്ങളെ 2 ലക്ഷം എവിടെ? സമീറ മോനെ ഷെബിയ. മോനെ ഷെബിയ. അടിച്ചു പോരെ. പോയി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, പോയില്ലേ. അങ്ങനെ ഫൈനലി ഗൈസ് നമ്മൾ ചമ്പക്കര ചന്തയിൽ നടത്തിയ അതിബഹുലമായിട്ടുള്ള ഈ ഒരു ട്രഷർ ഹണ്ടില് 1ാം സ്ഥാനം നേടിയിരിക്കുകയാണ്. 2 ലക്ഷം രൂപ കരസ്ഥമാക്കിയിരിക്കുകയാണ്. പറഞ്ഞാലോ ഇത് നേരത്തെ കാണിച്ചെന്ന വഴി ഇതാ അങ്ങനെ പോവാ. അതുകൂടെ അങ്ങനെ പോയിക്കോ. മൈക്ക് ഓഫ് ആയിരിക്കണം, സംസാരിക്കണം. ഞാനൊന്നും പറഞ്ഞു. ഇവര് രണ്ടുപേർക്കും നിങ്ങൾ വേണം ഒരു എന്താ പറയാ ഒരു കൺഗ്രാറ്റുലേഷൻ, ഒരു അപ്രീസിയേഷൻ 2 വാക്കിൽ ഇവർക്ക് കൊടുക്കണം. പറയൂ ഉള്ളിൽ വെച്ചതൊക്കെ പറയൂ. ഹഗ് ചെയ്ത് കൊടുക്കണം. ഹഗ് ചെയ്ത് കൊടുക്കണ്ട. ഹാപ്പി മാരീഡ് ലൈഫ്. എല്ലാരും വരണം. എല്ലാരും പറഞ്ഞ അടുത്ത ഞായറാഴ്ച മെഹറിന്റെ ഇപ്പൊ നമ്മൾ ഈ എപ്പിസോഡിലൂടെ അനൗൺസ് ചെയ്യാണ്. എനിവേസ് ഇത്രയും സമയം നല്ല കിടിലം. അപ്പൊ ചേട്ടൻ കണ്ടിട്ടില്ലേ? അപ്പൊ ഇത്രയും സമയം ഇവരെല്ലാരും നല്ല ഇഞ്ചോടിഞ്ച് പോരാട്ട് വരും. നമ്മളൊരു 6-6:30 ആയിട്ട് വന്നതാണ്. ഇപ്പൊ സൂര്യനാണ്ട് തലയ്ക്ക് മേലെ എത്തി. അപ്പൊ എല്ലാവിധ ആശംസകളും. അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ ഇതിലും വലിയ ടാസ്കുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. 2 ലക്ഷം രൂപ കിട്ടിയ സന്തോഷം നമുക്ക് തീർക്കാം.